Hi friends, welcome back to our channel. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വാക്വം ക്ലീനർ അൺബോക്സിങ് ചെയ്തിരുന്നു. അതിൽ എന്തൊക്കെ പാർട്ടുണ്ട്, ആ പാർട്ടുകൾ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ പൊടി തട്ടാന്നുള്ളത് കാണിച്ചിരുന്നു. ഇന്ന് നമുക്ക് അത് വെച്ചിട്ട് നനഞ്ഞ പ്രതലം എങ്ങനെ വൃത്തിയാക്കാന്നുള്ളത് കാണിക്കാട്ടോ. ഇപ്പൊ ഈ ഒരു ഫ്ലോർ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അത് വെച്ച് വൃത്തിയാക്കുമ്പോൾ എത്രത്തോളം വൃത്തിയാവുന്നുണ്ട് എന്നുള്ളത് കാണിക്കാം. ഞാൻ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നിലമൊക്കെ തുടയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇല്ല, അത് ഒഴിച്ചെടുത്തിട്ട് ഇതൊന്നും പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്ലോറിലേക്ക് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മോപ്പ് വെച്ച് ക്ലീൻ ആക്കാൻ അത്രയും ഇത് ക്ലീൻ ആവുണ്ടെന്ന് നോക്കാട്ടോ. ഇനി നമ്മുടെ മോട്ടറിലുണ്ടല്ലോ, നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ബക്കറ്റിലുള്ള പേപ്പർ മാറ്റിയിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഹോസ് കണക്ട് ചെയ്ത് കൊടുക്കാം. നനഞ്ഞ് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വൈപ്പർ ഉണ്ട്. നമ്മളിത് പ്രസ് ചെയ്യില്ലേ, അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരും. കണ്ടില്ലേ, ചെറിയ ബ്രഷ് പോലെയാണ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. അപ്പം ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഇത് നേരത്തെ താഴെയാട്ടോ ഫിറ്റ് ചെയ്ത്, താഴെയല്ല ഫിറ്റ് ചെയ്യേണ്ടത്, മേലെയാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഫിറ്റ് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ ആ ലിക്വിഡ് യൂസ് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാട്ടോ കിട്ടിയിരിക്കുന്നത്, അത്ര വൃത്തിയായില്ല എന്നാണ് തോന്നുന്നത്. അതായത് ലിക്വിഡ് ഒഴിച്ചതിൻ്റെ ആ ഒരു പാടില്ലേ, അതൊക്കെ അങ്ങനെ അറിയുന്നുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി തോന്നുന്നു. എന്തായാലും നമുക്ക് ലിക്വിഡ് ഇല്ലാതെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. ഈ ഒരു പോർഷനിൽ ഞാൻ സാധാരണ വെള്ളമാട്ടോ തെളിച്ചു കൊടുക്കണത്, ഒന്നും ചേർക്കാത്ത വെള്ളം. ലിക്വിഡ് വെച്ചിട്ട് ശരിയായില്ലല്ലോ, അപ്പോൾ ഒന്നും ചേർക്കാത്ത വെള്ളമാണ് തെളിച്ചു കൊടുക്കണം. ഇതെങ്ങനെ വരുന്നു നോക്കാം നമുക്ക്. ലിക്വിഡ് ഇല്ലാതെ തുടച്ചിട്ട് ഇങ്ങനെയാ കിട്ടിയത്. ഉണ്ടോ, നേരത്തെ ലിക്വിഡ് വെച്ച് തുടച്ചത് കാണിച്ചു തരാം. കണ്ടില്ലേ, അതും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് തുടയ്ക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതേസമയം ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു മോപ്പും ബക്കറ്റും ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട ജോലി ഇത് ഒരു അരമണിക്കൂർ എടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തു വരുമ്പോൾ പ്രാക്ടീസ് ആവും. സാധാരണ വീട്ടമ്മമാർക്ക് മോപ്പും ബക്കറ്റും വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും തോന്നുന്നു. അതേസമയം ഫ്ലാറ്റിൽ താമസിക്കുന്നവര് ഈ മോപ്പും ബക്കറ്റൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ ഈ ബക്കറ്റിലുള്ള ചളി വെള്ളം കളയാൻ സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ ഒരു ഡ്രൈ മോഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ പൊടിയൊക്കെ തട്ടി എടുത്ത് വെച്ച് നല്ല വൃത്തിയായിരിക്കും. അപ്പൊ ഇനി കുറച്ച് പോർഷൻ കൂടെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അതും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഈ ബക്കറ്റിനകത്ത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ പഴയ ലിക്വിഡ് ബോട്ടിലിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്.
അത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാണ് കേട്ടോ, തെളിച്ചു കൊടുക്കാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തുടച്ചു നോക്കാം. ഇപ്പൊ ബോട്ടിലിൽ വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് തുടച്ചപ്പോൾ ഇങ്ങനെയാട്ടോ കിട്ടിയത്. പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം നമ്മളിങ്ങനെ ചവിട്ടിയ പാട് മുടിയൊക്കെ ഇല്ലേ, അതൊന്നും അങ്ങനെ പോണില്ല. നമ്മൾ കുറച്ചും കൂടെ വെള്ളം കുടഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ പോകും കേട്ടോ. നമ്മൾ തുടച്ചിട്ട് വീണ്ടും ചവിട്ടില്ലേ, ഈ പാടൊന്നും പോണില്ല കേട്ടോ. ഇത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ കുറച്ച് വൃത്തിയാവും, കുറച്ച് സമയം എടുക്കും, എന്നാലും കുറച്ച് വൃത്തിയാവും കേട്ടോ. ഇനി കുറച്ച് പോർഷൻ കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അതിന് ശേഷം ആ ബക്കറ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ എന്തോ ആയിട്ട് കുറച്ച് കറി ഉണ്ടായിരുന്നു, അതിൽ ഞാൻ കുറച്ച് വെള്ളം നേരത്തെ കുടഞ്ഞു വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തത്. ഫുള്ളായിട്ട് പോയിട്ടില്ല. അതുപോലെ നമ്മൾ ഡ്രൈ പോർഷനിൽ ചെയ്യുമ്പോൾ മുടിയൊക്കെ നല്ല പോലെ വലിച്ചെടുക്കും. അതേസമയം നമ്മൾ ഈ നനഞ്ഞത് തുടയ്ക്കുമ്പോൾ മുടിയൊന്നും അത്ര വരുന്നില്ല കേട്ടോ. ആ വെള്ളം മാത്രം വലിച്ചെടുക്കുന്നുണ്ട്, ചളി അങ്ങനെ പോണില്ല. ഇപ്പൊ ഈ ഒരു വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഇന്ന് ഞാൻ ഈ ഫ്രണ്ട് റൂമും ഡൈനിങ് റൂമും മാത്രമാട്ടോ തുടച്ചത്. അതിന് തന്നെ എനിക്ക് 2 മണിക്കൂർ സമയം എടുത്തു. നമുക്ക് ഇതിനകത്ത് എങ്ങനെയുണ്ട് നോക്കാം. അകത്ത് വെള്ളമൊന്നുമില്ല, ഇത് നനവൊക്കെ നന്നായി വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാക്യൂം ക്ലീനറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഡസ്റ്റ് അലർജി ഉണ്ടാവുന്നവരില്ലേ, ഇപ്പൊ കുറച്ച് പൊടിയൊക്കെ തട്ടുമ്പോഴേക്കും വല്ലാതെ ശ്വാസം മുട്ടൽ വരിക, അതുപോലെ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് തുമ്മിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ എത്ര സമയം ഉപയോഗിച്ചാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അതേപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ചൂല് കൊണ്ട് അടിച്ചു വാരി ബക്കറ്റും മോപ്പും വെച്ച് തുടച്ചെടുക്കുമ്പോൾ ഈ വെള്ളം കളയാൻ സ്ഥലമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്, യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മൾ ചൂലും മോപ്പും ബക്കറ്റും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല മുഷിയാറുണ്ട് അല്ലേ, ആ ഒരു മുഷിച്ചിലും ഈ ഒരു ജോലി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാറില്ല. പിന്നെ ഇതിന്റെ വയറ് പറഞ്ഞാൽ ഏകദേശം 3 മീറ്ററോളം നീളമുള്ള വയറാണ്. കണ്ടോ, ഇത്രയും നീളമുള്ള വയറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓസിനും നല്ല നീളമുണ്ട്. അപ്പൊ ഒരുവിധം ഉള്ള ഏരിയയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതല്ലാത്തവിടത്ത് നമുക്ക് ഓരോ റൂമിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്കൊരു പ്ലഗ് പോയിന്റ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മൾട്ടി പ്ലഗർ ഉപയോഗിച്ചിട്ടൊക്കെ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതിന്റെ ഡ്രൈ യൂസിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതേസമയം വെറ്റ് യൂസ് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയില്ല. ആ ലിക്വിഡൊക്കെ ഉപയോഗിച്ചപ്പോൾ കറിയായി. ലിക്വിഡ് ഇല്ലാത്ത പോർഷനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടി. പക്ഷെ മുടിയും ചളിയൊന്നും പോകണ്ടായിരുന്നില്ല കേട്ടോ. മറ്റേ ഡ്രൈ ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് പോയിരുന്നു, തുടച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.